ആടാ അനിയപ്പാ വാടാ, വല്ല കാലത്ത് വന്നൊന്ന് കുളിക്കടാ. ഒന്ന് പോടാപ്പാ, ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്, ഇതുപോലെ നാട്ടുകാരെ കാണിച്ചല്ല. അതൊക്കെ പോട്ടു, നാളത്തെ പ്രോഗ്രാം തോന്നു. അളിയാ, നീ തങ്കച്ചേന്ന് കേട്ടിട്ടുണ്ടോ? ഓ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ പിന്നെയും പോയി. നീ പറഞ്ഞോടാ, ഞാൻ കേൾക്കുന്നുണ്ട്. ആ കേൾക്കാൻ മൈക്ക് നിന്റെ അച്ഛൻ കൊണ്ട് വെള്ളത്തിനടി വെച്ചിരിക്കുമല്ലേ. ശരി, നീ നീരാട്ടാ കഴിഞ്ഞു വാ, ഞാൻ ജോസഫിന്റെ കടയിൽ കാണും. ഓക്കെ, ഒരു രക്ഷയില്ല. ഞായറാഴ്ച ഞാൻ നല്ല തിരക്കായിരിക്കും, 2 കല്യാണമുണ്ട്. അയ്യോ, തിങ്കളാഴ്ച അമ്മച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള. ചൊവ്വാഴ്ച ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഉണ്ട്. ഞാനതിൻ്റെ കമ്മിറ്റി മെമ്പറൂടാ. നീ വെക്ക്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്തോ അളിയാ, ഭയങ്കര ബിസിയാണല്ലോ എപ്പോഴും. എന്ത് ബിസി, നമ്മളെ കൊണ്ട് പണിയെടുക്കാൻ ആൾക്കാർ നോക്കുക, എൻ്റെ പട്ടി എടുക്കും പണി. ശരി, നീ പറ, നാളെ സൺഡേ ആയിട്ട് എന്താ പരിപാടി? അളിയാ, തങ്കച്ചേന്ന് കേട്ടിട്ടുണ്ടോ? ആരാടേ ഈ തങ്കച്ചൻ? ആരാന്നാ? കോടിപതി അല്ലേ, കോടിപതി. നാളെ നമ്മളങ്ങോട്ട് ചെന്നാൽ മതി, ഫുൾ പ്രോഗ്രാം പുള്ളിയുടെ വകയാണ്. ഭയങ്കര സെറ്റപ്പ് അല്ലേ. പുള്ളിക്കില്ലാത്ത ബിസിനസ് ഇല്ല, പുള്ളിക്ക് പിടിപാടില്ലാത്ത ആൾക്കാരുമില്ല. നമ്മുടെ MLA ഇല്ലേ, കൽപ്പറ്റ MLA, പുള്ളിയുടെ സ്വന്തം ചേട്ടൻ, വമ്പൻ ബിസിനസ്സുകാരൻ. നമ്മൾ നാളെ അങ്ങോട്ട് ചെന്നാൽ ഫുൾ പുള്ളിയുടെ പാർട്ടിയാ. നീ ഒന്ന് പുള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം, അപ്പൊ മനസ്സിലാവും പുള്ളി. എടാ, നമ്മുടെ തങ്കച്ചൻ. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, അപ്പൊ മനസ്സിലാവും പുള്ളിയുടെ പവർ. എടാ മോനെ, ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. അച്ചായം പൊളിയാ. ഞാൻ പണ്ട് മിലിറ്ററിയിലായിരുന്നപ്പോഴേ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കായംകുളംകാർ. അതെ, ഞങ്ങൾ ഒന്നിച്ച് ഇത് കമ്പനി കൂടുമ്പോഴും അതിലൊരുത്തനുണ്ട്, അവൻ തൊടത്തില്ല. അവന് ഉടനെ ഒരു ഫോൺ വരും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവനങ്ങ് പോകും. ലാസ്റ്റ് ഈ ഒരു ഫുള്ള് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്ന് അടിച്ചു കയറുന്നു. അടുത്ത പറഞ്ഞ ഒഴിക്കാവല്ലോ അവൻ പാമ്പർ അച്ചായൻ്റെ അടുത്താണ് അവൻ്റെ കളി. വേണ്ടട സാബു, അങ്ങേര് പുതിയ ആളാ, അതാണ് ഈ കാണിക്കുന്നത്. സാറേ, പരസ്യമായിട്ട് മദ്യപിക്കുന്നതിന് ഫൈൻ എത്ര ആണെന്ന് വെച്ചാൽ എടുത്തിട്ട് ബാക്കി സാറ് ടിപ്പായിട്ട് വെച്ചോളൂ. എനിക്ക് വില പറയുന്നോളാ. ഇവനെ കൊണ്ട് ഇത് കോട്ടയ്ക്കെ കൊണ്ട് തിരുമിക്കടാ. ഏതോ തങ്കച്ചോനൊരു പുലിയാണല്ലോടാ. നമ്മളെ നാളെ തകർക്കും. ജോസഫേ, അച്ഛൻ കണ്ടോടിച്ച പിന്നെ വണ്ടി എടുക്കില്ല. ഓക്കെ, നീ വണ്ടി ഓടിക്കണം. പിന്നെ നമ്മളുടെ കമ്പനിയാണ്, പുള്ളി ആളെയും വെക്കത്തില്ല. വണ്ടി ഞാൻ എടുത്താ പോരെ? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാൻ അടിക്കാതെ എന്തോ ആഘോഷം. അപ്പൊ ഞാൻ അടിക്കണ്ടേ? എന്തൊക്കെ സംഭവിച്ചാലും അച്ഛന്റെ ചെവിൽ സൺഡേ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, നിർത്ത്. ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന അച്ഛൻ പറഞ്ഞത് കേട്ടോ. ഓ, ആ നിൽക്കുന്ന ആളാണോ ചായ? അത് തന്നെ. നമസ്കാരം. എടാ മോനെ, ഒന്ന് സൈഡ് ഒതുക്കടാ, അച്ഛനൊന്ന് മൂത്രം ഒഴിക്കണം. അച്ഛനെ നമ്മൾ കുറച്ച് മുമ്പേ പരിചയപ്പെടേണ്ടായിരുന്നല്ലടാ. അതിനല്ല, അതിൻ്റെതായിട്ടുള്ള സമയമില്ലടാ മക്കളെ. നിങ്ങളൊക്കെ ആള് പൊളിയല്ലേ.
ഇവനുണ്ടല്ലോ ഈ അനിയപ്പൻ, ഇവൻ എൻ്റെ ചങ്ക. കോഴിക്കോട്ടുള്ള നടക്കാവിലുള്ള പെട്രോൾ പമ്പ് ഞാൻ ഇവൻ എഴുതി കൊടുക്കാൻ പോവാ. അച്ചായന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു എന്ന് അച്ചായ. ഒരാഴ്ചയെങ്കിലും സമയം തരണം അച്ചായ, എനിക്ക് എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അത് പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാൻ പോവാ. അച്ചായൻ തങ്കച്ചായൻ അച്ചായ, അച്ചായൻ പൊന്നച്ചായൻ അച്ചായ. ആ എടാ അനിയപ്പാ, സാധനമൊക്കെ റെഡിയല്ലേ? അതെല്ലാം സെറ്റല്ലേ അച്ചായ? ഓക്കെ. എടാ അനിയപ്പാ, ഇന്നത്തെ എത്ര രൂപ ചിലവായാലും അതെൻ്റെ വകയാണ് കേട്ടോ. എടാ കാശി, എല്ലാം എഴുതി വെച്ചേക്കണം. ഫുൾ അച്ചായന്റെ സെറ്റപ്പായി. ഓക്കെ ഓക്കെ പിന്നെ അച്ചായന്റെ വണ്ടി എന്തേ? എൻ്റെ ബെൻസുകാർ ഞാൻ ആ പാലസ് ഹോട്ടലിൽ ഇട്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ മുതലാളി അവനെൻ്റെ സുഹൃത്താണ്. അതെ, ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂരിൽ പണ്ട് ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. മോൻ്റെ ഓടിക്കാറാണ് സർവീസിന് കൊടുത്തിരിക്കുക. അവന് ബെൻസ് വേണമെന്ന് പറഞ്ഞ് അവൻ അതെടുത്തോണ്ട് പോയി. വൈഫിൻ്റെ ഇന്നോവ ക്രിസ്റ്റ അത് അവളും എടുത്തോണ്ട് പോയി. കാശി മോൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോയി. എടാ കാശി, അച്ഛൻ ആരാന്ന വിചാരം? കാറുകൾ വൻ ശേഖരമാണ്. നമ്മുടെ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കറുത്ത കാറേ, അത് അച്ഛന് സീതനം കിട്ടിയതാ. അത് ലാലു ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? അച്ഛാ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ കുട്ടനാടൊന്ന് വിട്ടാലോ? മോനെ, കുട്ടനാടോ വാഗമണ്ണോ നമുക്ക് എങ്ങോട്ട് വേണേലും വിട്ടേക്കാം. ഓക്കെ. എടാ അനിയപ്പാ, എടാ ഒരെണ്ണം ഒഴിക്കടാ. അച്ഛാ പോലീസ് വല്ലതും വന്നാലോ? ഒന്ന് പോടാപ്പാ. പിന്നല്ലാതെ എത്ര പോലീസുകാരെ കണ്ടതാടാ ഈ തങ്കച്ചായൻ. എടാ അനി, നീ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. എടാ മൈഗുണാപ്പാ, കെ തോമസ് MLA ചേട്ടൻ വെച്ച ആരാ? MLA വളരെ വളരെ മുകളിലാ. ശരി അടിക്കച്ചായ. എടാ മറ്റേ ആ ഇറങ്ങിപ്പോയ അവന്റെ പേരെന്താ? ജോസഫാ? അവനെ പിന്നെ കണ്ടില്ലല്ലോ. അച്ഛാ അവൻ എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. അടുത്ത നമുക്ക് കൂടാം. അച്ഛാ പോലീസ് അവന്മാരോട് പോകാൻ പറ. MLA കെ തോമസിന്റെ ചേട്ടനോട് അവന്മാരുടെ കളി. ഇങ്ങോട്ട് വന്നേ, സാർ വിളിക്കുന്നുണ്ടേ. നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ പോയി സംസാരിക്കാം. സാറേ, നമ്മുടെ കെ തോമസ് MLA എല്ലാ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാർ GP ഇരിപ്പുണ്ട്. സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയൂ. ചെല്ലേ. സാറേ നമസ്കാരം. നമ്മുടെ കെ തോമസ് MLA ചേട്ടൻ്റെ വണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ്. ഓക്കെ. അഷറഫേ, ആ വണ്ടി ഓടിക്കുന്ന ആളെ വിളിച്ച്. ഹലോ, SI സാർ വിളിക്കുന്നു. ഇവിടെ മാറിക്കടാ. പിന്നെ ഒന്ന് ഊതിച്ചേ. സാറേ ഉമ്മാരെല്ലാം വെള്ളോ സാറേ? പിള്ളേരൊക്കെ പിടിച്ച് അകത്തോട്ട് കെട്ടിക്കേ. സാറേ വേണ്ട, തങ്കച്ചൻ്റെ ആൾക്കാരെ ഞങ്ങൾ സൂക്ഷിച്ചാൽ നല്ലത്. സാറേ ഇവന്മാരെ പിടിച്ചപ്പോൾ തുടങ്ങി. ഒരു തങ്കച്ചാനോ MLA ആരാണെന്ന് അറിയത്തില്ല. ഇവർ പറയുന്നുണ്ട് കുറച്ച് നേരമായിട്ട്. ആരാ ഈ തങ്കച്ചാൻ? സാറേ കൽപ്പറ്റ MLA കെ തോമസിന്റെ ചേട്ടൻ വണ്ടിയിലുണ്ട്. കെ തോമസ് MLA ചേട്ടനോ? അത് ശരി, ആളെ ഞാനൊന്ന് കാണട്ടെ. വിളിച്ചേ. സാറേ വണ്ടിക്കകത്ത് ആരുമില്ല സാറേ. അഷറഫേ, താനോട് പോയി നോക്കിക്കേ, അവനോട് എവിടെയെങ്കിലും കാണും. ശരി സാർ.
സാറേ ഇങ്ങ് പോര് സാറേ, ആള് ഇവിടെ ഉണ്ട്, ഇങ്ങ് പോര്. ആ, വിട് സാറേ, ഞാനൊന്ന് മൂത്രം ഒഴിക്കട്ടെ. സാർ അങ്ങോട്ട് വരുമ്പോ മൂത്രം ഒഴിപ്പിച്ചോളൂ. ബാ ഇങ്ങോട്ട് നടക്ക്, ബാ. സാർ കയ്യെന്ന് വിടും. സാർ ഞാൻ വരാം. വരുന്നുണ്ട്. ദേ എസ്ഐക്ക് ഇപ്പൊ കിട്ടും, നീ നോക്കിക്കോ. നീയാണോ MLA ചേട്ടൻ? ആ ഇങ്ങോട്ട് മാറിയൊക്കെ ഞാന്ന് കാണട്ടെ. സാറേ, എൻ്റെ ചേട്ടൻ്റെ പേര് തോമസ് എന്നാ സാറേ. എൻ്റെ ചേട്ടൻ്റെ പണി എന്തോ? ആർക്കപ്പണിയാ സാറേ? ഇടാ KK തോമസ് MLAക്ക് ചേട്ടന്മാരൊന്നുമില്ല. ഒരനിയനും 4 പെങ്ങന്മാരും. അതിലേ രണ്ടാമത്തെ പെങ്ങൾ എൽസമ്മയുടെ മൂത്ത മകനാണ് ഞാൻ, ഈ തോമസ് എബ്രഹാം. മനസ്സിലായി സാറേ. അച്ചായോ അന്ന് പോലീസത്തല്ലേ വീഡിയോ? നീ ഒന്ന് പോടെ എടുക്കാം. ഇവിടെ ചെവിക്കാത്തൂടെ വണ്ട് പറക്കുമ്പോഴാണ് നിന്റെ ഒരു വീഡിയോ. ഉച്ചായം പൊളിയാണ്. സാറേ, പരസ്യമായിട്ട് മദ്യപിക്കുന്നതിന് ഫൈൻ എത്ര ആണെന്ന് വെച്ചാൽ എടുത്തിട്ട് ബാക്കി സാറ് ടിപ്പായിട്ട് വെച്ചോളൂ. എനിക്ക് വില പറയുന്നടാ. സാർ 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 മാപ്പാക്കണേ സാർ 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 മാപ്പാക്കണേ സാർ.